ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അത് ട്യൂസ്ഡേ നൈറ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷാസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സരോജ മെമ്പറും അതുപോലെ വിക്ടർ എല്ലാവരും കൂടെ ചെന്ന് ഏണിംഗ് മെമ്പറിൻ്റെ ആ ഒരു സ്കീം ഉണ്ടല്ലോ ഷാലിനി കൊണ്ടുവന്നത്. അതായത് ഫിഷർമാൻ ഗ്രൂപ്പിനകത്തുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴും ഒരു വരുമാനം സമ്പാദിച്ചുകൊണ്ട് പഠിക്കാമെന്ന് പറഞ്ഞ ആ ഒരു സ്കീമിനെ കുറിച്ച് നമ്മുടെ സർക്കാരൊക്കെ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തികൾ പെട്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ഫിഷർമാൻ്റെ ഫാമിലീസ് എന്ന് പറയുന്നത്. കാരണം ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് അത് നമ്മളെല്ലാവരും എന്ന് മീൻ ഭക്ഷിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരതിനു വേണ്ടി എടുക്കുന്ന പ്രയത്നം, മീനൊക്കെ വില കൂടുതലാണെന്ന് പറഞ്ഞാലും അതിൻ്റെ പിറകിലുള്ള അവർ അധ്വാനം എന്ന് പറയുന്നതിന് നമുക്ക് എത്ര വില കൊടുക്കാൻ പറ്റും. കാരണം അവരവരുടെ ജീവൻ പണയം വെച്ച് തന്നെയാണ് അവർ അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്കീമുകൾ ഇതുപോലെ കോളനിയിലെ കുട്ടികൾക്ക്, ഫിഷർമാൻസിൻ്റെ ഫാമിലിക്ക്, അതുപോലെ താഴേക്കടയിലുള്ള സൊസൈറ്റി ഓരോ വ്യക്തിക്കും, പിന്നെ സാധാരണക്കാരൻ ഇന്നത്തെ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ താഴേക്ക് നിൽക്കുന്ന ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും ഇതുപോലെ പല പല സ്കീമുകളും സർക്കാർ കൊണ്ടുവന്ന് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഇന്ന് നമ്മൾ ഫുൾ 100% നമ്മൾ ലിറ്ററസി റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ ഇന്നും ആ വിദ്യാഭ്യാസം ഇന്നും കയ്യിലെത്തിപ്പിടിക്കാൻ കഴിയാത്ത എത്രയോ പിള്ളേരുടെ ലൈഫുകളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സ്കീമുകളൊക്കെ കൊണ്ടുവന്ന് വളരെ ഉപകാരം തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ കാണിക്കുന്നത് നമ്മുടെ സരോജ് മെമ്പറും അതുപോലെ തന്നെ വിക്ടർ എല്ലാവരും കൂടെ നിന്ന് ഈ സ്കീം നടക്കാത്തതിനെ കുറിച്ച് സംസാരിക്കണം. അപ്പോൾ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്. അപ്പോൾ സരോജ് മെമ്പർ ആലോചിക്കും, ഷാലിനി എനിക്ക് ഈ സ്കീം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വാക്ക് തന്ന ഷാലിനിയുടെ കാലി വരെ വീഴാൻ പോയതൊക്കെ ആലോചിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഇന്നലെ എൻ്റെ കൂടെ നിൽക്കുന്ന ഹരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അയാൾ വരും. അപ്പോഴത്തേക്കും ഹരീഷ് സാറ് എന്താ ഈ സ്കീം ചോദിക്കുമ്പോഴത്തേക്കും നടത്തില്ല മെമ്പർ, ഈ സ്കീം ഒന്നും നടക്കത്തില്ല. സജി സാറ് പറയുന്ന 50,000 ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു പരിപാടിക്ക് അങ്ങേര് കൈക്കൂലി കിട്ടിയേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്ഥിരം ലാഭമുള്ള പരിപാടി ആയതുകൊണ്ട് 50 കൊടുക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലാന്ന് പറയുമ്പം അപ്പോഴത്തേക്ക് ഇവർ പറയാം 50,000 രൂപ. അപ്പോഴത്തെ വിക്ടറിന് അങ്ങ് ദേഷ്യം വന്നു. പിന്നെ 50,000 രൂപ അവൻ 50,000 കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ 4 അക്ഷരം പഠിച്ച് പോയിക്കോട്ടെ, അതിൻ്റെ കൂടെ അവർക്കൊരു വരുമാന മാർഗ്ഗം കൂടെ ആകട്ടെ എന്ന് ചിന്തിച്ച് ഒരു സ്കീം കൊണ്ടുവന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇതിനകത്ത് കൈയിട്ട് വാരി നോക്കുമല്ലേ. അവനൊക്കെ ഈ പറയുന്ന കെട്ടിടത്തിനകത്തിരുന്ന് AC ഫാനും കൊണ്ട് ഈ ഇരിക്കുന്നതേ. ഇവനൊന്നും നമ്മുടെ മക്കളെ ഒന്നും ഒരു കഷ്ടപ്പാട് ഇവന്മാരെ അറിഞ്ഞിട്ടില്ല. അവന്മാർക്കിട്ട് 4 കൊടുത്തിട്ടേ കാര്യങ്ങളും സജിസാൻ അടിക്കാൻ വേണ്ടി വിക്ടർ അങ്ങ് തയ്യാറായി പോകും. അപ്പോഴത്തേക്കും നമ്മുടെ മെമ്പർ തടഞ്ഞു നിർത്തുകൊണ്ട് വേണ്ട വിക്ടറെ അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ അല്ലാതെ ഡീൽ ചെയ്യേണ്ടത് ഷാലിനിയായിട്ട് പറഞ്ഞ് തന്നെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത് മെമ്പർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്കറിയാം സജിസാർ എന്ന് പറയുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട് ഇവരുടെ ആ ഒരു അന്നത്തിൽ കൈയിട്ട് വാരാൻ പുള്ളിക്കാരൻ തയ്യാറല്ല എന്നും. ഈ പറയുന്ന ഹരീഷ് എന്ന് പറയുന്ന ഇവൻ തന്നെയാണ് യഥാർത്ഥ കള്ളൻ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ട്രാക്ക് മാറ്റിയിട്ട് എന്താണ് ഞാൻ നല്ലവനും ആ പറയുന്നവൻ ചീത്ത എന്ന രീതിക്കകത്തുള്ള ഈ അഭിനയം, ഒരാൾക്ക് പകരം ഒരാൾ കുറ്റം പറഞ്ഞാലും എങ്കിലും ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് പോകുന്ന ചില സ്വഭാവമുള്ള ഇങ്ങനത്തെ കുറേ പേര് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ആദ്യം കാണിക്കുന്നത്. ഇത് കാണിക്കുന്നതിനൊപ്പം തന്നെ പിന്നെ എന്താണ് ഇവരൊക്കെ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ, അതാണ് ഈ സ്കീം നടക്കുമോ നടക്കത്തില്ല. ആ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ പിന്നെ കാണിക്കുന്ന ഷാലിനി എന്താണ് കാറി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സത്യമോളാണെങ്കിൽ ഭയങ്കര ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കം, ഒരു ബോധം ഇല്ലാത്ത രീതിക്കകത്ത് കിടന്ന് ഫുൾ എന്താണ് രാത്രി കിടന്ന് ഉറങ്ങുന്ന പോലെ ഫുള്ളായിട്ട് എന്താണ് ഒന്നും അറിയുന്നില്ല, വണ്ടി മൂവ് ആവുന്നേ ഒന്നും അറിയാതെ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങുവാണ്. ഷാനി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം കുഞ്ഞ് ഉറങ്ങുമല്ലേ, ഇതിൽ എന്താണ് ഇത്ര ശ്രദ്ധിക്കാൻ. അപ്പോഴാണ് വിഷ്ണു എന്താണ് ബൈക്കും കൊണ്ട് ഭയങ്കര സ്പീഡിന് റേസ് ചെയ്ത് ഷാനിയുടെ വണ്ടിക്ക് നേരെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് നേരെ നിൽക്കുമ്പോഴത്തേക്കും ആ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ആവണം. ഷാലിനിയുടെ കാറങ്ങ് നിർത്തുക, കാരണം വിഷ്ണു ഇങ്ങനെ കയറി ക്രോസ് നിന്നല്ലേ. അപ്പോഴത്തേക്കും കതവ് തുറന്ന് വിഷ്ണു തന്നെ ഷാലിയെ പുറത്ത് ഇറങ്ങടോ, താഴെ ഇറങ്ങടോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഷാലിയെ പിടിച്ച് പുറത്തിറങ്ങിയിട്ട് ഷാലിക്ക് ഇന്ന് വരെ കൊടുക്കാൻ നമ്മളെല്ലാവരും ചിന്തിച്ചെന്ന് അത്രയും കാര്യം വിഷ്ണു തന്നെ പറയുവാണ്. എടോ, താൻ എൻ്റെ അടുത്ത് ഇന്ന് സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നതാണ് വിഷ്ണുവിൻ്റെ പ്രധാന ആവശ്യം. വിഷ്ണു പറയുന്നുണ്ട് താൻ തേണ്ട എൻ്റെ മുന്നിൽ ഒരു ജില്ലാ കളക്ടറായിട്ടോ ഒന്ന് നിന്ന് എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. സംസാരിക്കുന്നെങ്കിൽ ഞാൻ താലി കെട്ടിയ ഭാര്യയായ ശാലിനിയായിട്ട്, ശാരദാമ്മയുടെ മകൾ ശാലിനിയായിട്ട് നിന്നിട്ട് എന്നോട് സംസാരിച്ചാൽ മതി. അപ്പോഴത്തേക്കും ശാലിനി പറയുന്നത് ഞാൻ ഇന്ന് വരെ ജില്ലാ കളക്ടറിൻ്റെ പദവിക്കകത്താണോ വിഷ്ണുവായിട്ട് എന്നോട് ഇന്ന് വരെ സംസാരിച്ചത്? അല്ലടോ, താൻ അതിനേക്കാളും മോശപ്പെട്ട രീതിയിലാണ് എൻ്റെ അടുത്ത് ഇന്ന് വരെ പെരുമാറിക്കുന്നത്. ഞാൻ ഇന്ന് വരെ മോശമായ രീതിയിൽ പെരുമാറി. ഷാനി ഒരു പൊട്ടം കളിക്കാൻ വേണ്ടി നിൽക്കില്ലേ, കുറേ കൊണ്ട് താൻ എന്താണ് ഇങ്ങനെ എന്നെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുക. താൻ ഈ നാട്ടിൽ വന്നിട്ട് നാളെ കൊണ്ടാടോ ഈ നാട്ടിൽ താൻ വന്നിട്ട് എൻ്റെ കണ്ണിപ്പഴ താൻ ഒളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കാല് വെന്ത പട്ടിയെ പോലെ തൻ്റെ പിറകെ എന്നെ നടന്നിട്ട് പോലും താൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. 6 വർഷമായി താൻ എവിടെയാണെന്ന് അറിയാതെ. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് താൻ കാണിച്ച ഇതൊക്കെ തന്നെ. അതെല്ലാം ഞാൻ പോട്ടെ എന്നൊക്കെ വെച്ച് ഞാൻ ക്ഷമിച്ച്. എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചിടോ, തന്നെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പല കാര്യം എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു. പക്ഷേ അതിൻ്റെയൊക്കെ ഇടയിലും ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ താൻ പോലും വിശ്വസിക്കില്ല. ഞാൻ ഇന്ന് വരെ തന്നെ ചതിക്കാനും വഞ്ചിക്കാനും നമുക്ക് തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അത് ഇന്ന് വരെ നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല. കാരണം അത് തനിക്കറിയത്തില്ലെങ്കിൽ എനിക്കറിയാം തന്നെ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇന്ന് എനിക്ക് ഈ സത്യം അറിയാതെ പോകാൻ പറ്റില്ല. എന്ത് സത്യം ഞാൻ പറയണമെന്ന് വിഷ്ണുവായിട്ട് പറയുന്നത്?
താൻ ഒരുമാതിരി വീണ്ടും കാട് കയറി അറിയാത്ത പോലെ അഭിനയിക്കുന്ന ശാലിനി. ഞാൻ എന്താ ചോദിക്കാൻ വന്നതിന് എന്താ ചോദിക്കുന്നുള്ള കാര്യം വ്യക്തമായിട്ട് തനിക്കറിയാം. എന്നിട്ടും താൻ വെറുതെ എന്താണ് ഒന്നും അറിയാത്ത പോലെ പെരുമാറാൻ നിൽക്കല്ലേ. ഓർമ്മയുണ്ടോ ശാലിനി, 6 വർഷത്തിന് മുന്നേ നമ്മൾ രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച ആ ഒരു രാത്രി തനിക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴത്തേക്ക് അന്നത്തെ ആ ഒരു രാത്രിയുടെ ആ ഒരു എപ്പിസോഡ് കാണിക്കുകയാണ്. കാരണം ശാലിനി എന്താണ് ശാതാമ്മയുടെ ആ ഒരു ചായക്കടയുടെ ആ വാതിലിൻ്റെ അകത്തേക്ക് നിന്നും വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് എന്താണ് അതിൻ്റെ ആ ജനൽ വഴി എന്താണ് കൈയുടെ രണ്ടുപേരും പരസ്പരം കൈ പിടിച്ചെന്ന് സംസാരിച്ചു. അന്നേരം ശാലിനി നല്ല എന്താണ് നിറമാസം ഗർഭിണിയല്ലേ. അന്ന് തന്നെ ആണെങ്കിലും ശാലിനി പ്രസവിക്കാൻ പോകുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്താണ് വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുവാണ്. അപ്പം ഇത് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് അന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? അന്നേരം ഒന്നും എനിക്കറിയാത്ത ഈ ഒരു രഹസ്യം എത്ര നാളായിടോ. തനിക്കൊരു കാര്യം അറിയാവോ? എനിക്ക് അറിയേണ്ട ഒറ്റൊരു കാര്യം, സത്യയെക്കുറിച്ചുള്ള സത്യങ്ങൾ മാത്രമാണ്. സത്യ എന്ന കാര്യം എന്താണ്? സത്യ തൻ്റെ ആരാണ്? എനിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് തന്നോട് എനിക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടൊന്നും ഞാൻ ചോദിക്കുമല്ലോ. പക്ഷേ ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴേ എൻ്റെ സ്വന്തം ആത്മാവ് പോലും എന്നോട് പരിഹാസത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സത്യ എന്ന ആ ഒറ്റ കാര്യമാണ് എനിക്കറിയേണ്ട ആവശ്യം. താൻ എന്തിനാടോ ഇത്രയും കാലം കൊണ്ട് ഒരു മൂടുപടം ഇട്ട് പോലെയാണ് താൻ എന്നോട് സംസാരിക്കുന്നത്? ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇതിൻ്റെ ആവശ്യം എന്തിനാണ്? ഈ മുഖവര വെച്ച് സംസാരിക്കേണ്ട ആവശ്യം താൻ അതിൻ്റെ മറവിൽ നിന്നാണ് ഇത്രയും കാലം സംസാരിക്കുന്നത്. എനിക്ക് സത്യ എന്ന കാര്യത്തിൻ്റെ എല്ലാ സത്യങ്ങളും എന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ സത്യമോൾ എന്താണ് കാറിൻ്റെ അകത്ത് ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. അപ്പം കാറിൽ ഉറങ്ങുന്ന പറഞ്ഞാൽ ഈ കാറ് സഡൻ ബ്രേക്ക് ഇട്ടാണ് നിർത്തിയത്. വിഷ്ണു വന്ന് ശാലിനെ കാറിൽ നിന്നാണ് പുറത്തിറക്കി ബഹളം വെച്ചാൽ പുറത്തിറങ്ങി. എന്നിട്ട് പോലും സത്യമോൾ ഒരു അല്പം പോലും ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അപ്പം ശാലിനി പുറത്തിറങ്ങിയത് ഒന്നും അറിയാതെ സത്യമോൾ എന്താണ് ഒന്നും അറിയാതെ കിടന്നങ്ങ് ഉറങ്ങുവാണ്. അത്ര ഗാഢമായിട്ട് ഭയങ്കര ഡീപ്പ് സ്ലീപ്പാണ്. വിശ്വാസമില്ലാത്ത കൊണ്ടൊന്നുമല്ല സത്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. താൻ ഇനി എൻ്റെ അടുത്ത് ആ സത്യം പറയാതാണ് പോകുന്നതെങ്കിലും എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ ആ സത്യം അറിയാതായാലും തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം അവസാനിക്കത്തുള്ളൂ. അതിലെനിക്കൊരു പ്രശ്നവുമില്ല ശാലിനി. പക്ഷേ എൻ്റെ അമ്മയുടെ മുന്നിൽ, അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ താൻ ഉത്തരം കൊടുക്കാനായി എനിക്ക് സത്യമോളെക്കുറിച്ച് ഒരു ഉത്തരം നീ പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ. അമ്മയുടെ മുന്നിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അമ്മ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാനായിട്ട് എനിക്കൊരു ഉത്തരം കിട്ടണം ശാലിനി. ഇന്നത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശാലിനി പറയും എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് പറയാം. എന്തോ താൻ പറയാൻ വന്നെന്താണ്? സത്യമോൾ ഈ വീട്ടിലെ തന്നെ ചോരയാണെന്നും സത്യാമ്മയുടെ ചോരയാണെന്നും അതൊന്നും പറയാൻ വന്ന. അതല്ലാത്ത സത്യം എന്താണെന്നുള്ള കാര്യം വ്യക്തമായി അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ശാലിനി. വ്യക്തമായി സത്യം പറയാം. എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റത്തില്ല വിഷ്ണുണ്ടോ എന്നിട്ട് എന്താണ് ശാലിനിക്ക് അറിയാം. അപ്പോഴത്തേക്കും ശാലിനിയുടെ കൈ കപ്പിച്ച് എടോ താൻ പറയടോ ശാലിനി മോളെ പറ, ഞാൻ നിൻ്റെ വിഷ്ണുവിനല്ലേ ചോദിക്കുന്നത്. എന്നിട്ട് എന്താണ് ഇടീന്ന് വിളിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, മോളെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ മാറ്റി എന്താണ് ദേഷ്യവും സങ്കടവും സ്നേഹവും എല്ലാം കൂടെ ഒരുമിച്ച് എന്താണ് വിഷ്ണു പ്രകടിപ്പിക്കുക. എന്നിട്ടും ശാലിനി എന്താണ് പറയാൻ തയ്യാറാകാതെ വന്നിട്ട് ശാലിനി ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ സത്യമോളെക്കുറിച്ച് എല്ലാം പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ എന്താണ് കാർത്തികയെ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കാർത്തിക നമ്മുടെ ഈ പറയുന്ന ഈ സീനി വരുന്നതിന് മുന്നേ നടന്ന കാര്യമാണ് സത്യമോളെന്ന കാര്യം. അതിനെക്കുറിച്ച് താൻ എന്നോട് പറ. അതായത് കാർത്തികയെ ഉപേക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വിഷ്ണു ഇതുവരെ പറഞ്ഞില്ല. ഇങ്ങനെ കൈ പിടിച്ച് വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ലാസ്റ്റ് ശാലിനി പറയുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ടേക്കൊന്നും പറയാൻ പറ്റില്ല വിഷ്ണുട്ടാ. ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തോട്ടേക്ക് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് ശാലിനി എന്താണ് കൈകൂപ്പി നിന്ന് കരയാണ്. അപ്പോഴത്തേക്കും വിഷ്ണു എന്താണെന്നറിയോ ശാലിനിയുടെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ട് ശാലിനിയിൽ നിന്ന് ഒരു പടി വിഷ്ണു എന്താണ് കാലിങ്ങനെ അകന്ന് മാറുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനി എന്താണ് ലാസ്റ്റ് വിഷ്ണുവിൻ്റെ കൈ സ്വന്തം കയ്യിലേക്ക് എടുത്ത് പിടിച്ചിട്ട് വിഷ്ണുവിൻ്റെ കൈ എന്താണ് ആ കണ്ണിനോട് വരെ കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ എന്താണ് ശാലിനിയുടെ എന്താണ് വിഷ്ണുവിൻ്റെ ആ കയ്യിലേക്ക് തന്നെ അങ്ങ് വീഴുവാണ്. അങ്ങനെ എന്താണ് കൈയോട് കൈ ചേർത്ത് പിടിച്ചിട്ട് പറയും വിഷ്ണുവിൻ്റെ പക്ഷേ ഒരു നിമിഷത്തിൻ്റെ ഒരു ചിന്ത കൊണ്ട് പോലും ഞാൻ ചതിച്ചിട്ടില്ല. അത് മാത്രം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ വിഷ്ണുവിനെ ഒരു രീതിയിൽ ചതിക്കാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ വിഷ്ണുവിനെ ചതിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു എന്താണെന്നറിയോ ലാസ്റ്റ് എന്താണ് ശാലിനി പറയാൻ തയ്യാറാകത്തില്ല. അപ്പം വിഷ്ണു ആണെങ്കിൽ വിഷ്ണു കരയുവാണ്. വിഷ്ണുവിനും കണ്ണീരൊക്കെ എന്താണ് ഇങ്ങനെ ഒഴുകി നിൽക്കുകയാണ് മുഖത്തുനിന്ന്. അപ്പോഴത്തേക്കും തന്നെ വിഷ്ണു കരയാതെ എന്താണ് കണ്ണീര് അടക്കി പിടിച്ചതല്ല, വിഷ്ണു കരഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ശാലിനിയും ഭയങ്കര കരച്ചിലാണ്. വിഷ്ണുവിൻ്റെ കൈ കെട്ടിപ്പിടിച്ചെന്ന കരയാണ്. വിഷ്ണുവിനെ എന്നെ ചതിച്ചിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് വിഷ്ണു മനസ്സിലായി ഇനി ശാലിനി എന്താണ് ഒരു അക്ഷരം പറയാൻ പോകുന്നില്ല. ശാലിനി പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ശാലിനി ആരെയോ രക്ഷിക്കാൻ ഞാൻ ഇത്രയൊക്കെ ശാലിനിയുടെ കാല് പിടിച്ചിട്ടും ശാലിനി പറയാൻ തയ്യാറാകുന്നില്ല എന്ന ആ ഒരു ദേഷ്യം വിഷ്ണുവിന് വന്നിട്ട് വിഷ്ണു പറയും കൈ വിട്. ശാലിനി കൈ വിടുന്ന് പറയുമ്പോൾ ശാലിനി കൈ വിടുന്നില്ല. വീണ് ആ കൈ തന്നെ ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോഴത്തേക്കും വിഷ്ണു പറയും ദേഷ്യത്തിൽ വിഷ്ണു എന്താണ് ശാലിനിയുടെ തന്നെ വിടടി എന്ന് പറഞ്ഞിട്ട് എന്താണ് നേരെ ആ കൈയും വലിച്ച് പിടിച്ച് മേടിച്ചുകൊണ്ട് എന്താണ് വിഷ്ണു മുന്നിലേക്ക് വരുമ്പോൾ ശാലിനി വീണ്ടും വിഷ്ണുവിനെ എന്താണ് കൈ കയറി പിടിക്കാൻ നോക്കുവാണ്. കാരണം സങ്കടത്തോടെ എന്താണ് രണ്ടുപേരും കരയുക. ശാലിനിയുടെ ആ ഒരു പ്രവൃത്തി കണ്ട് വിഷ്ണുവിന് മനം അടുത്തിട്ട് വിഷ്ണു എന്താണ് അങ്ങനെ ബൈക്ക് എടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് എന്താണ് ചെറുതായിട്ടൊന്ന് ചരിവാണ്. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ എന്താണ് ചെറിയ രീതിക്ക് അതൊരു കാലിൻ്റെ എന്താണ് അങ്ങോട്ടേക്ക് സ്റ്റക്കായി നിൽക്കുമ്പോഴത്തേക്കും എന്താണ് അയ്യോ എന്ന് ശാലിനി വിളിക്കുമ്പോഴത്തേക്കും നേരെ രാമേട്ടൻ വരുവാണ്. അതായത് ശാലിനിയുടെ കാറിൻ്റെ ഡ്രൈവർ വന്നിട്ട് വിഷ്ണുവിന് എന്താണ് അവിടെ
നിന്ന് പൊക്കി എടുക്കുമ്പോഴത്തേക്കും വിഷ്ണു എന്താണ് ലാസ്റ്റ് വിഷ്ണുവിൻ്റെ പറയുന്നത് വിഷ്ണുവിടെ നമുക്കൊന്ന് പോയി കാണിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും കാണണ്ട അതിൻ്റെ വിഷ്ണു ദേഷ്യപ്പെട്ട് ശാലിനിയടുത്ത് ഒരു അക്ഷരം ഇണ്ടാതെ വിഷ്ണു അവിടെ നിന്ന് വീണ്ടും എന്താണ് ആ വണ്ടി എടുത്തിട്ട് പോകും. അപ്പോഴത്തേക്കും ഈ ഡ്രൈവർ പറഞ്ഞു അല്ല മോനെ ഞങ്ങൾ കാറിൽ കൊണ്ടുവിടാം എനിക്കൊന്നും കേൾക്കണ്ടെന്ന് എന്നിട്ട് വിഷ്ണു എന്താണ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ശാലിനി പറഞ്ഞു രാമേട്ട വിഷ്ണുട്ടൻ്റെ പിറകെ തന്നെ വിടും നമുക്ക് വിഷ്ണുവിൻ്റെ പിറകെ പോകുന്ന പറയുമ്പോഴത്തേക്കും വേണ്ട മോളെ ഇപ്പം ആ മനസ്സ് വളരെ നൊന്തു പോയിരിക്കുകയാണ് നിന്നോടുള്ള ദേഷ്യമൊക്കെയാണ് മോളെ അതിനകത്തുള്ളത് അത് സ്നേഹം കൊണ്ടുള്ള ദേഷ്യമാണ് അത്രയും ആ വിഷ്ണു കുഞ്ഞിനുള്ളത്. ഇപ്പം ആ വിഷ്ണു കുഞ്ഞിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോൾക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത പല കാര്യങ്ങളും വിഷ്ണുവിൻ്റെ വായിൽ നിന്ന് വീണെന്നിരിക്കും അത് വേണ്ട മോളെ എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ എന്താണ് നേരെ സത്യമോളെ വീട്ടിലാക്കിയിട്ട് നേരെ നമുക്ക് കളക്ടർ ഓഫീസിൽ പോകുന്നതിന് നേരെ എന്താണ് സത്യമോളെ വീട്ടിലാക്കാൻ വന്നിട്ട് നേരെ കളക്ടർ ഓഫീസിൽ ശാലിനി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ആ കളക്ടർ ഓഫീസിൽ നടക്കുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ ആ ഒരു സ്കീമിനെ കുറിച്ച് അപ്പോഴത്തേക്ക് അനുപല്ലവി വന്ന് അവിടെ ഇടപെടുമ്പോഴത്തേക്കും എന്താണ് ശാലിനിയും കൂടെ ഉണ്ട്. അപ്പോൾ ശാലിനി കാണുമ്പോഴത്തേക്കും ശാലിനിയും കൂടെ ഇതിനകത്ത് കൈയിട്ട് വാരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് വിക്ടർ അങ്ങ് സംസാരിക്കാൻ ഭയങ്കര അങ്ങ് ദേഷ്യം വരുവാണ്. ആ കേട്ട് നമ്മുടെ സരോജ മെമ്മറിന് പോലെ എന്താണ് ഇത് ശാലിനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ള പേടിയുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് അനുപല്ലവി ഇവിടെ വന്നിട്ട് ശാലിനി എന്താണ് പറയുന്നുണ്ട് എല്ലാവരും ഇപ്പം തന്നെ എൻ്റെ ക്യാബിനിലേക്ക് വരണം ഈ പ്രശ്നം ഇന്നിവിടെ തീർക്കുമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ക്യാബിനിൽ പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴത്തേക്കും വിക്ടറിനോട് ഈ പറയുന്ന നമ്മുടെ മെമ്പർ പറയുന്നുണ്ട് വിക്ടർ വരണ്ട മാഡം വിളിച്ചേക്കില്ലേ ഞങ്ങൾ പോയിക്കോളാം ക്യാബിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ സജി സാർ ആദ്യം തന്നെ മാഡത്തിനെ ക്യാബിനിൽ എത്തിക്കഴിഞ്ഞു അത് ശാലിനിയുടെ ക്യാബിന് വെച്ചിട്ട് സജി സാറിനോട് ചോദിക്കുന്ന കാര്യം നിങ്ങളുടെ മക്കൾ ഇന്ന സ്ഥലത്തല്ലേ പഠിക്കും നിങ്ങളുടെ മക്കൾ കാനഡയിൽ പഠിക്കുമല്ലേ അവിടെ തന്നെ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുമല്ലേ ഇപ്പോൾ ഈ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സ്കീം എന്തിനാണ് നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത് സജി സാറിന് എന്താണ് ഇങ്ങനെ ഈ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സജി സാറിൻ്റെ ഉത്തരം പറയാൻ വരുമ്പോഴാണ് ഈ മെമ്പറൊക്കെ ഇങ്ങനെ അകത്തേക്ക് കയറി വരാൻ വന്നത്. അതിന് മുന്നേ തന്നെ എന്താണ് അനുപല്ലവി പുറത്ത് വെച്ച് കൊടുത്ത് ഷാനി മാഡത്തിനോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതൊന്നും നിങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എന്താണ് അനുപല്ലവി കുറേ എന്താണ് സംസാരിച്ചു എന്നിട്ട് എന്താണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ മെമ്പർ വരുമ്പോഴത്തേക്കും ഈ സജി സാർ പറയുകയാണ് ഞങ്ങൾ ഇവിടെ പേഴ്സണലായി സംസാരിക്കുക എല്ലാവരും ഒന്ന് എന്താണ് പുറത്ത് നിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഷാനി പറയുന്നുണ്ട് മെമ്പറെ ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ ഈ ക്യാബിനിരിക്കണം കാരണം ഇവിടുത്തെ ഡിസിഷൻ മേക്കർ ഞാനാണ് ഈ ക്യാബിൻ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ക്യാബിനാണ് ഇവിടുത്തെ ഡിസിഷൻ മേക്കർ ഞാനല്ല അല്ല സജി സാർ അല്ലെന്ന് പറയുമ്പോഴത്തേക്കും സജി സാറിന് എന്താണ് ശാലിനിയുടെ അത് അത്ര വലിയ എന്താണ് ഒരു അത്ര താല്പര്യം വന്നില്ല കാരണം സജി സാർ ഇതിനകത്ത് ഒരു തെറ്റ് ചെയ്തില്ല തെറ്റ് ചെയ്യാത്തവൻ അവിടെ എന്താണ് ക്രൂശിക്കപ്പെടുമ്പോൾ അവൻ അതിൻ്റെതായ ഒരു ചെറിയൊരു അമർഷം കാണുമല്ലോ അത് തന്നെ അദ്ദേഹം എന്താണ് പ്രകടിപ്പിക്കുവാണ്. അപ്പോൾ എല്ലാവരും കൂടെ ക്യാബിനിൽ നിന്ന് ഈ ഒരു സ്കീമിനെ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി സത്യമൊക്കെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം ഇതുവരെ കാണിച്ചില്ല. സത്യമോൾ ഭയങ്കര ഉറക്കം അത്ര മാത്രമേ ഇതുവരെ കാണിച്ച് നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നാളെ കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഷെയർസും ലൈക്സും കമൻറ്റ്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.